നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വനിതാ ഏകദിന ലോകകപ്പിൽ അജയ്യരെന്ന് കരുതിയ ഓസ്ട്രേലിയയെ മലർത്തിയടിച്ച് ഇന്ത്യ ഫൈനലിലെത്തിയപ്പോൾ തകർന്നു വീണത് ഒരുപിടി റെക്കോർഡുകൾ. നിലവിലെ ചാമ്പ്യന്മാരും കിരീട ഫേവറിറ്റുകളുമായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്തെറിഞ്ഞ് ഇന്ത്യൻ ടീം ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കുതിച്ചു. രണ്ടാം സെമി ഫൈനലിൽ റെക്കോർഡ് റൺചേസുമായാണ് ഹർമൻപ്രീത് കൗറിന്റെ ചുണക്കുട്ടികൾ കലാശപ്പോരിന് ടിക്കറ്റെടുത്തത്. സെമിയിൽ ഇന്ത്യയ്ക്ക് ആരും കാര്യമായ സാധ്യത കൽപ്പിച്ചിരുന്നില്ലെങ്കിലും അവിശ്വസനീയ റൺചേസുമായി കൗറിന്റെ പെൺപട എല്ലാ പ്രവചനങ്ങളും തെറ്റിക്കുകയായിരുന്നു. 339 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഓസീസ് ടീം ഇന്ത്യയ്ക്ക് മുന്നിൽ വച്ചത്. ജെമിമ റോഡ്രിഗസ് 127 കിടിലൻ സെഞ്ചുറിയുമായി കസറിയപ്പോൾ ഇന്ത്യ 48.3 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. 134 ബോളിൽ 14 ഫോറുകൾ ഉൾപ്പെട്ടതാണ് ജെമിമയുടെ ഇന്നിംഗ്സ്. 89 റൺസെടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീതാണ് ടീമിന്റെ മറ്റൊരു പ്രധാന സ്കോറർ. മൂന്നാം വിക്കറ്റിൽ ജെമിമ കൗർ സഖ്യം അടിച്ചെടുത്ത 167 റൺസാണ് ഇന്ത്യൻ ജയത്തിൽ നിർണായകമായത്. 156 ബോളുകളിലാണിത്. കൗർ മടങ്ങിയെങ്കിലും അപരാജിത സെഞ്ചുറിയുമായി അവസാനം വരെ ക്രീസിൽ ജെമിമ ഇന്ത്യൻ ജയം പൂർത്തിയാക്കുകയായിരുന്നു. ഞായറാഴ്ച ഇതേ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന കലാശക്കളിയിൽ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. കന്നി ലോക കിരീടം സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഇത്തവണ ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓപ്പണർ ഫോബ് ലിച്ച്ഫീൽഡിന്റെ 119 തകർപ്പൻ സെഞ്ചുറിയിലേറിയാണ് ഓസ്ട്രേലിയൻ ടീം 338 റൺസെന്ന കൂറ്റൻ ടോട്ടലിലെത്തിയത്. 93 ബോളിൽ 17 ഫോറുകളും 3 സിക്സറും ഉൾപ്പെട്ടതാണ് താരത്തിന്റെ ഇന്നിംഗ്സ്. എല്ലിസ് പെറി 77, ആഷ്ലി ഗാർഡ്നർ 63 എന്നിവരാണ് മറ്റു പ്രധാന സ്കോറർമാർ. ഓസീസിന്റെ തുടക്കം പാളിയിരുന്നു. 6ാം ഓവറിൽ തന്നെ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ എല്ലിസ് പെറിയെ ക്രാന്തി ഗൌഡിന്റെ പന്തിൽ പുറത്താക്കി. എന്നാൽ 2ാം വിക്കറ്റിൽ ലിച്ച്ഫീൽഡ് പെറി ജോഡി വമ്പൻ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഓസീസ് കരുത്താർജിക്കുകയായിരുന്നു. 133 ബോളിൽ 155 റൺസാണ് ഈ സഖ്യം കൂട്ടിച്ചേർത്തത്. 28ാം ഓവറിൽ പെറിയെ പുറത്താക്കി ഇന്ത്യ നിർണായക ബ്രേക്ക് ത്രൂ നേടുമ്പോഴേക്കും ഓസീസ് ടോട്ടൽ 180-ലെത്തിയിരുന്നു. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകളെടുത്ത് ഇന്ത്യ കളിയിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 7ാം വിക്കറ്റിൽ കിം ഗ്രാത്ത് ഗാർഡ്നർ ജോഡി 41 ബോളിൽ നേടിയ 66 റൺസ് ഓസീസിനെ 330-ലെത്തിക്കുകയായിരുന്നു. 6 ബൌളർമാരെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് ഈ കളിയിൽ പരീക്ഷിച്ചത്. ഇവരില് ശ്രീചരണിയും ദീപ്തി ശർമ്മയും 2 വീതം വിക്കറ്റുകൾ വീതമെടുത്തു. പരിക്ക് കാരണം മികച്ച ഫോമിലുള്ള ഓപ്പണർ പ്രതിക റാവത്ത് ഈ മത്സരത്തിൽ ഇന്ത്യക്കായി കളിച്ചിരുന്നില്ല. ബംഗ്ലാദേശുമായുള്ള അവസാനത്തെ ലീഗ് മത്സരത്തിൽ ഫീൽഡിംഗിനിടെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത്. ഇതേ തുടർന്ന് പ്രതിക ബാറ്റിംഗിനും ഇറങ്ങിയില്ല. പ്രതികയ്ക്ക് പകരക്കാരിയായി വെടിക്കെട്ട് താരമായ ഷഫാലി വർമ്മയാണ് സെമിയിൽ പ്ലേയിംഗ് 11-ലെത്തിയത്. ടൂർണമെന്റിൽ 2ാം തവണയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും കൊമ്പുകോർത്തത്. നേരത്തെ ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഓസീസിനായിരുന്നു. വിശാഖപട്ടണത്ത് നടന്ന കളിയിൽ 3 വിക്കറ്റിനാണ് ഓസീസ് ജയിച്ചു കയറിയത്. 330 റൺസെന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയിട്ടും അത് പ്രതിരോധിക്കാൻ സാധിക്കാതെ ഇന്ത്യ തോൽവിയിലേക്ക് വീഴുകയായിരുന്നു. നേരത്തെ ലീഗ് ഘട്ടത്തിൽ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇന്ത്യൻ ടീമിന്റെ സെമി ഫൈനൽ പ്രവേശനം. 7 മത്സരങ്ങളിൽ നിന്നും 7 പോയിന്റാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത്. 3 കളിയിൽ ജയിച്ചപ്പോൾ 3 എണ്ണത്തിൽ ടീം തോൽവിയും വഴങ്ങുകയായിരുന്നു. ബംഗ്ലാദേശിനെതിരായ അവസാനത്തെ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു.